അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പിട്ട് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്ന കാര്യമാണ്. നമ്മുടെ WCPയുമായി ബന്ധപ്പെട്ട സമരം നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ CPI ബന്ധപ്പെട്ട സമരത്തിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്ത ആളാണ്. ഇത്തവണയും ഇപ്പൊ തിരുവനന്തപുരത്ത് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ പോയി ആ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പറ്റാത്തത്. പക്ഷേ കിട്ടുന്ന ദിവസങ്ങൾ, ഫ്രീ ആകുന്ന ദിവസങ്ങളിൽ അവിടെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോ ഈ പറയുന്ന അടുത്ത ലിസ്റ്റിൽ വന്ന ആളുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അടുത്ത ലിസ്റ്റ് ആളുകൾ ഈ പറയുന്ന ജോലിക്ക് വേണ്ടി, അതൊന്നും ഒരു വിഷയമേ അല്ല. ഇവിടെ നീതിയുടെ പ്രശ്നമാണ്, ജസ്റ്റിസിന്റെ പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന സമരം ചെയ്യുന്ന ആളുകളോടൊപ്പം തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയാണ്. കാരണം അത് അവരുടെ അവകാശമാണ് ആ ജോലി എന്ന് പറയുന്നത്. ഇത്രയും ലിസ്റ്റ് ചെറുതാക്കി എന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇനിയിപ്പോൾ ലിസ്റ്റിലുള്ള ആളുകളെ മൊത്തം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സമരം, പുതിയൊരു സമരങ്ങൾ ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വേണ്ട, അല്ലെങ്കിൽ PSന്റെ മുന്നിൽ വേണ്ട എന്ന് വിചാരിച്ച് കരുതി കൂട്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റുകളുടെ എണ്ണമൊക്കെ മുൻപത്തിൽ നിന്നും കുറച്ച് താഴെ കൊണ്ടുവരുന്നത്. ആ ലിസ്റ്റുകളുടെ എണ്ണം കുറച്ചിട്ട് പോലും ആ കുറച്ച് ലിസ്റ്റിൽ നിന്നുള്ള ആളുകളെ പോലും എടുക്കാൻ പറ്റാത്തൊരു നിലയിലേക്ക് നമ്മുടെ PSയെയും അല്ലെങ്കിൽ സംവിധാനങ്ങളെയും കൊണ്ടുപോകുന്ന വളരെ മോശമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ, പോകാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ, അവരുടെ സമരത്തിനോടൊപ്പം അണിചേരാൻ പറ്റുമെങ്കിൽ, അത് നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലാതെയുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അവരോട് നിൽക്കാൻ പറ്റുന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർ അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. എത്രമാത്രം ഫലപ്രദമാണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ പ്രതിഷേധിക്കുക എന്നുള്ളത്, അത് പ്രതിഷേധിച്ച് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിന്റെ ഫലമായിട്ട് നിങ്ങൾ എല്ലാവരും എടുക്കുമെന്നൊന്നും എനിക്ക് യാതൊരു ഉറപ്പില്ല, നിങ്ങൾക്കും അത്രമാത്രം ഉറപ്പാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കൊരു അവകാശം നമ്മൾ നിഷേധിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധ സ്വരമെങ്കിലും ഉയർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അതെങ്കിലും മിനിമം ചെയ്യണമെന്നുള്ളതാണ്. അത് ചെയ്യുന്ന നിങ്ങളോട് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുന്നതിനും അവിടെ പോയി പ്രതിഷേധിക്കുന്നതും അതൊന്നും ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ പറയുന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇരുന്ന് കമന്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ആ സെക്രട്ടറിയുടെ മുന്നിൽ പോയി 2 ദിവസം സമരം ഇരുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അത് എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. അപ്പോൾ ബിഗ് സല്യൂട്ട് ഫോർ യു ഗൈസ് ആൻഡ് കീപ് ഗോയിങ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. തംബ്നെയിൽ കാണുന്ന പോലെ തന്നെ CPയുടെ കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ല, കട്ട് ഓഫ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആരും എന്നെ ഏറിക്കയറ്റാൻ നോക്കരുത്. പറഞ്ഞു വരുന്നത് CPയുടെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയും കുറെ ആളുകൾ പഠനം പോലും തുടങ്ങിയിട്ടില്ല ഈ പറയുന്ന, അല്ലെങ്കിൽ കട്ട് ഓഫ് വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല, കുറെ ആപ്ലിക്കേഷൻ്റെ ഒക്കെ എണ്ണം കുറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ കരുതിയിരിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് എനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ പൊട്ടക്കിണറ്റിലെ തവളയാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കട്ട് ഓഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, കഴിഞ്ഞ തവണത്തെ ഒരു ആവറേജ് കട്ട് ഓഫ് പോയി കഴിഞ്ഞാൽ 45-നും 50-നും ഇടയിൽ നിൽക്കുന്ന ഒരു ആവറേജ് കട്ട് ഓഫ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇത്തവണത്തെ കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്ന എക്സാമുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ 2 തരം പോസിബിലിറ്റീസ് അല്ലെങ്കിൽ 2 സിനാരിയോയിൽ നിന്ന് വേണം നിങ്ങളുടെ കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ വരാൻ. ഈ കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ വേണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഇത്ര മാർക്കിന് മുകളിലേക്ക് വന്നാലേ ജോലി കിട്ടൂ എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? ആ കാര്യമില്ല. അതുകൊണ്ട് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. കട്ട് ഓഫ് ഒന്നും ആർക്കും കൃത്യമായിട്ട് പഠിക്കാനൊന്നും പറ്റത്തില്ല. അത് ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ, എഴുതുന്ന എക്സാം ആളുകളുടെ പെർഫോമൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്, ലിസ്റ്റിന്റെ വലിപ്പം, ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് കട്ട് ഓഫ് വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ആർക്കും പ്രഡിക്റ്റ് പറ്റില്ല. സോ നമ്മൾ ആ ഒരു പോസിബിലിറ്റി, ആ ഒരു സിനാരിയോയിൽ പോസിബിൾ ആയിട്ടുള്ള സിനാരിയോയിൽ നിന്നാണ് നമ്മൾ കട്ട് ഓഫ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോസിബിലിറ്റി, അത് തന്നെയാണ് ഏറെക്കുറെ സംഭവിക്കാൻ സാധ്യതയും. ഈ പറയുന്ന ലിസ്റ്റിന്റെ എണ്ണം അല്ലെങ്കിൽ വലിപ്പം കുറച്ചും കൂടി ഒന്ന് വലുതാകും. ഭയങ്കരമായൊരു വർധനമൊന്നും പ്രതീക്ഷിക്കേണ്ട, എന്നാൽ കുറച്ചുകൂടി വലിയൊരു ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. വലിയ ലിസ്റ്റ് അല്ല, കുറച്ചുകൂടി വലിപ്പമുള്ള ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ നിലവിലത്തെ നമ്മുടെ ആവറേജ് കട്ട് ഓഫിൽ നിന്ന് മുൻപോക്ക് പോകുമോ അതോ പിറകിലേക്ക് വരുമോ, അത് തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതായത് 45-50 മുകളിലേക്ക് പോകുമോ, അത് തന്നെ ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ലിസ്റ്റിന്റെ വലിപ്പം കൂടിയാൽ എന്ത് സംഭവിക്കും എന്ന് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കുറയും. ലിസ്റ്റിന്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കുറയേണ്ടതാണ്. പക്ഷെ ഒരു പ്രശ്നം, എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആണ് പ്രശ്നം. എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ നന്നായി പഠിക്കുന്നു എന്നുള്ളതാണ് ആ പ്രധാന പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞ തവണയൊക്കെ നമ്മുടെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ, ഡെയിലി എക്സാം നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വീക്കിലി എക്സാം 100 മാർക്കിന്റെ എക്സാം ഇട്ട് കഴിഞ്ഞാൽ അതിൽ ടോപ്പായിട്ട് വരുന്ന മാർക്ക് 65, 60, ആ ഒരു മാർക്കിലൊക്കെ 100 മാർക്കിന്റെ എക്സാമിന് അല്ലെങ്കിൽ 70 മാർക്ക് വരെയൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നല്ല സ്കോറിലേക്ക് പിള്ളേർ എത്തുന്നുണ്ട്. അപ്പോൾ പഠിക്കും, നിങ്ങളുടെ നിലവാരം നന്നായിട്ട്, നിങ്ങൾക്കും അറിയാമല്ലോ, ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ തവണത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ ആളുകൾ പഠിച്ചതുപോലെ അല്ല നിങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ആളുകളെല്ലാം നന്നായി പഠിക്കുന്നു. കുറച്ച് ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നന്നായി തന്നെ പഠിക്കുന്നുണ്ട്. ഈ നന്നായി പഠിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താ, ഈ നന്നായി പഠിക്കുന്ന ഇതിനകത്ത് വേറെ പ്രശ്നം കൂടിയുണ്ട്. മറ്റ് ഈ പറയുന്ന ലിസ്റ്റുകളിലൊന്നും കാര്യമായ നിയമനമില്ല. അത് ശരിക്കും ഉള്ള കാര്യം തന്നെയല്ലേ. അപ്പൊ എല്ലാവരുടെയും എയിം ഇപ്പൊ CPO ലിസ്റ്റാണ്.
അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് വന്ന ആളുകളുടെ എണ്ണം CPO ഒന്നും വേണ്ട, അയ്യോ അതൊക്കെ പന്ന ജോലിയാ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ പോലും CPOയിലേക്ക് വരുന്നുണ്ട്. സമരവും കാര്യങ്ങളും ഒക്കെ അവിടെ ഒരു വശത്ത് നടക്കുമ്പോൾ കുറെ ആളുകൾ സീരിയസ് ആയിട്ട് എക്സാമിനെ കാണുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണം ഉണ്ടായിരുന്നു. ആ ആളുകളാണ് ഇപ്പോൾ എലിമിനേറ്റ് ആയി പോയിരിക്കുന്നത്. അതുകൊണ്ട് ആപ്ലിക്കേഷന്റെ എണ്ണം കുറഞ്ഞു എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടൊന്നും ഇരിക്കേണ്ട, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. ആപ്ലിക്കേഷന്റെ എണ്ണം കുറഞ്ഞെങ്കിലും നന്നായി പഠിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലിസ്റ്റിന്റെ വലിപ്പം കൂടിയാലും ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് കുറയാനുള്ള യാതൊരു സാധ്യതയില്ല. അതിന്റെ കാരണം നിങ്ങളാണ്. എന്താണ് ആ കാരണം? നിങ്ങൾ നന്നായി പഠിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ കട്ട് ഓഫ് മുകളിലേക്ക് തന്നെ പോകത്തുള്ളൂ. ഇനി അവിടെ വേറൊരു സിനാരിയോ, ഈ പറയുന്ന ലിസ്റ്റിന്റെ വലിപ്പം കൂടിയാലും പിന്നെയും സംഭവിക്കാൻ പറ്റുന്ന 2 ചാൻസ് ഉണ്ട്. ആ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ടഫ് അല്ലെങ്കിൽ എളുപ്പമാകുക നിങ്ങൾ വിചാരിക്കുക. ഈ എളുപ്പമാകുക എന്നുള്ള ഓപ്ഷൻ ഞാൻ പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് കളയാണ്. കാരണം ഇനിയുള്ള ഒരു എക്സാമിനും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട. അതും +2 ലെവൽ ഈ പറയുന്ന ഒരു എക്സാമിന് ഒരു കാരണവശാലും ഈസി എക്സാം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എബോവ് ആവറേജ് അല്ലെങ്കിൽ പിന്നെ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു നല്ല എക്സാം, ഈ 2 ലെവലുള്ള എക്സാമുകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, നല്ലൊരു കോമ്പറ്റീഷൻ തരുന്ന രീതിയിൽ നല്ല ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുള്ള ബാക്കി മുഴുവൻ ഭാഗങ്ങളും നിങ്ങളെ നന്നായി കുഴപ്പിക്കുന്ന ഒരു എക്സാം ആണ് വരുന്നതെങ്കിൽ അപ്പോൾ കട്ട് ഓഫ് ഒന്ന് കുറയും. ആ കട്ട് ഓഫ് കുറയുന്നത് അപ്പോഴും നമ്മുടെ ഇപ്പോൾ ഉള്ള 45-50 റേഞ്ചിൽ നിന്ന് താഴേക്ക് പോകാൻ സാധ്യതയില്ല. ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കും. അപ്പോഴും കട്ട് ഓഫിന്റെ കാര്യമാണ് പറയാൻ. നിങ്ങൾക്കറിയാം കട്ട് ഓഫിനേക്കാൾ +5 അല്ലെങ്കിൽ 8 മാർക്ക് കൂടിയാൽ മാത്രമേ ജോലി കിട്ടാനുള്ള സാധ്യതയിലേക്ക് നിങ്ങൾ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ലീസ്റ്റ് പോസിബിലിറ്റി ആണെങ്കിൽ പോലും ഈ പറയുന്ന സാധാരണ ഭയങ്കര ടഫായിട്ടുള്ള എക്സാം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കട്ട് ഓഫ് കുറയും. ഈവൻ ലിസ്റ്റിന്റെ വലിപ്പം കൂടിയാൽ, ഒരു സൈഡ് ലിസ്റ്റിന്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടണം അല്ലേ? ലിസ്റ്റിന്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് കുറയണം അല്ലേ? കട്ട് ഓഫ് കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങളുടെ നിലവാരം കൂടിയതുകൊണ്ട് അപ്പോഴും കട്ട് ഓഫ് കുറയൂല. അത് ഒന്നാമത്തെ പ്രശ്നം. ഇനി വീണ്ടും രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് കുറയും. അപ്പോഴും ഈ പ്രശ്നം 45-50 എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലെ ആവറേജ് കട്ട് ഓഫിൽ നിന്ന് അപ്പോഴും താഴേക്ക് പോകില്ല. അത് ഒന്നാമത്തെ കേസ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കട്ട് ഓഫ് 45 നിന്നും 50 എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് ഒരു കാരണവശാലും പോകില്ല. പ്ലസ് നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ പ്ലസ് ഒരു 5 to 8 മാർക്സ് കൂടി എക്സ്ട്രാ വന്നാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, ആ ഓപ്ഷൻ നമ്മൾ ഒരു കാരണവശാലും വരരുത് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനാരിയോ ആണ്. അവിടെയാണ് ഏറ്റവും പ്രശ്നം വരുന്ന ഭാഗം, ലിസ്റ്റിന്റെ വലിപ്പം കുറയ്ക്കുക എന്നുള്ളത്. അത് ഞാനിവിടെ നിന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, ഈ പറയുന്ന ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവം പറഞ്ഞു കഴിഞ്ഞാലും ഗവൺമെന്റ് പോളിസിയാണ്. PSC അല്ല അത് ഫിക്സ് ചെയ്യുന്ന ആൾ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെയാണ്. ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ഇത്തവണ കുറച്ച് പിള്ളേരെ കൂടെ അധികം എടുക്കുക എന്ന് ഗവൺമെന്റ് പൂർണ്ണമായും തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ലിസ്റ്റിന്റെ വലിപ്പം കുറയുന്നത്, കൂടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് കുഴപ്പമില്ല, ഇത്തവണ ലിസ്റ്റ് ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് ഉള്ള ആളുകളെ മൊത്തം എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പണിപാളും. എങ്ങനെ? ലിസ്റ്റിന്റെ വലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ കേസാണ് പറയുന്നത്. ലിസ്റ്റിന്റെ വലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. ലിസ്റ്റിന്റെ വലിപ്പം കൂടിയാൽ കട്ട് ഓഫ് കുറയുമ്പോൾ, ലിസ്റ്റിന്റെ വലിപ്പം കുറയുമ്പോൾ കട്ട് ഓഫ് കൂടും. അതിനോടൊപ്പം നിങ്ങൾ നന്നായി പഠിക്കുകയും കൂടി ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉള്ള കട്ട് ഓഫിനേക്കാൾ പ്ലസ് ഒരു 5 to 8 മാർക്ക് എക്സ്ട്രാ കയറാൻ സാധ്യതയുണ്ട്. അതായത് ഒരു 55+ എന്ന് പറയുന്ന ഒരു മാർക്കിലേക്ക് കട്ട് ഓഫ് പോകും. എപ്പോഴാണ് സംഭവം നടക്കുന്നത്? ലിസ്റ്റിന്റെ വലിപ്പം കുറയുന്നത്. അത് കട്ട് ഓഫ് ആണ്. ജോലി കിട്ടണമെങ്കിൽ പിന്നെയും എത്ര മാർക്ക് വേണമെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അവിടെയും പിന്നെ സംഭവിക്കാവുന്ന 2 പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിന്റെ വലിപ്പം കുറഞ്ഞു, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഈസിയായി. ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടും. ഈസി, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാം ആണ്, എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കൂടും. ഇനി ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിലവാരം അവിടെ വീണ്ടും ഉയരുകയാണ്, അപ്പോൾ വീണ്ടും കട്ട് ഓഫ് താഴേക്ക് വരും. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം കൂടിയാൽ കട്ട് ഓഫ് കുറയും, ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആവുകയാണെങ്കിൽ കട്ട് ഓഫ് കൂടും. അപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം. ഇപ്പോൾ ഇനി മൊത്തത്തിൽ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ നിലവിലെ ആവറേജ് മാർക്കായ 45-50 എന്ന് പറയുന്ന നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ 53 പോയ ആ ഒരു തരത്തിലുള്ള എക്സാം അല്ലെങ്കിൽ ആ തരത്തിലുള്ള കട്ട് ഓഫ് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇനി വരുന്ന എക്സാമിലും ഉണ്ടാകത്തുള്ളൂ. ഒരു കാരണവശാലും എന്ത് സംഭവിക്കത്തില്ല, ഈ കട്ട് ഓഫ് താഴേക്ക് വരില്ല. ഇനി കട്ട് ഓഫ് താഴേക്ക് വരും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒട്ടും പഠിക്കാതിരിക്കുകയാണ്. ഈ എക്സാം എഴുതാൻ പോകുന്ന മുഴുവൻ ആളുകളും കഴിഞ്ഞ വട്ടത്തെ പോലും കുട്ടികൾ പഠിക്കുന്ന പോലെ നിങ്ങൾ പഠിച്ചില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ കട്ട് ഓഫ് കുറയുക എന്ന് പറയുന്ന ആ ഒരു സംഭവം. നിലവിൽ നിങ്ങൾ അത് ചെയ്യത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ
കൃത്യമായി മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ എന്തായാലും കട്ട് ഓഫ് കൂടത്തേ ഉള്ളൂ. ഇതൊരു വാണിംഗ് ആണ് മക്കളെ, ഞാൻ വാണിംഗ് ആയിട്ട് തന്നെ പറയുകയാണ്. നിങ്ങൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോകാതെ, എപ്പോഴും ആളുകൾ എന്തൊക്കെയോ പഠിച്ചു പോവാണ്, എന്തൊക്കെയോ ചെയ്തു പോവാണ്. എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോകാതെ നല്ല വൃത്തിയായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഒരു 60+, ഞാൻ അതാണ് ഒരു ഇതിനകത്ത് പറഞ്ഞത്, 60+ മാർക്കാണ് നിങ്ങൾക്ക് ജോലി. നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എനിക്ക് ജോലി കിട്ടുമെന്ന് പറയുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 60+ ആണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ലിസ്റ്റിലേക്ക് വരുന്ന കാര്യമാണ്, അത് ലിസ്റ്റിലേക്ക് വരുന്ന വേറെ കേസാണ്, ജോലി കിട്ടുന്ന വേറെ കേസാണ്, ആൾറെഡി അറിയാവുന്ന കാര്യമാണല്ലോ. സോ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങി 60+ലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾ ജോലിയിലേക്ക് എത്തത്തുള്ളൂ. അതിനു വേണ്ടിയുള്ള പഠനമാണ് നിങ്ങൾ നടത്തേണ്ടത്. ഇത്രയും കാര്യങ്ങളെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഇതിപ്പോ CPO കാര്യം മാത്രമല്ല, WCP കാര്യമൊക്കെ ഇത് തന്നെ. WCP ഒക്കെ ഇതിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ CPO 9ാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ക്ലാസ്സുകൾ നമ്മൾ ഉടൻ തുടങ്ങുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. 8 ബാച്ചുകൾ നമ്മൾ ഏകദേശം നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയി പോകുന്നുണ്ട്. ഏകദേശം 50% ഓഫ് ടോപ്പിക്ക് പല നമ്മുടെ ബാച്ചുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ, പഠിച്ച് തുടങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ വരിക. നിങ്ങൾ താമസിച്ചു പോയി നിങ്ങൾ ഒരു കാരണവശാലും വിചാരിക്കേണ്ട. നമ്മൾ കൃത്യമായിട്ട് പോർഷൻ തീർത്ത് എക്സാമിന് 1 മാസം മുമ്പ് തന്നെ നമ്മൾ റിവിഷൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ മോക്ക് ടെസ്റ്റ് എഴുതണമെന്ന് ഞാൻ എല്ലാ ദിവസവും പറയുന്നുണ്ട്. 25 മോക്ക് ടെസ്റ്റ്, ഈ പറയുന്ന ഈക്വൽസിന്റെ 25, നമ്മൾ 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ. ഈ പറയുന്ന നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് ഫലപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. 25 മോക്ക് ടെസ്റ്റിന് 99 രൂപയാണ്. ഇത് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ പഠിക്കുന്ന സെന്ററിലോ ഓൺലൈൻ കോച്ചിങ്ങോ എവിടെയെങ്കിലും ആണെങ്കിലും മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഒരു 30 to 40% സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റിലേക്ക് പോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ കണ്ണ് തള്ളാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ അത്രയും ടഫ് ആയിട്ടുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മോക്കുകൾ ഉപയോഗിക്കുന്നത്. കാര്യം വെച്ചാൽ നിങ്ങൾ എക്സാം ഹാളിൽ കണ്ണുള്ളായിരിക്കാൻ വേണ്ടി നമ്മൾ അത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇടുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അത്രയും ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മോക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ബാച്ചിലും ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ അതിലും ഇപ്പോൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.